ജയേട്ടനൊപ്പം ഒരുപാട് വേദികളിൽ പാടിയിട്ടുള്ള ഒരാളാണ് മധു ബാലകൃഷ്ണൻ. എന്ന് മാത്രമല്ല, മധു ബാലകൃഷ്ണനൊപ്പം ഫ്ലവേഴ്സിൻ്റെ ഫ്ലോറിൽ തന്നെ നിരവധി തവണയും അദ്ദേഹം വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു കുടുംബ ഗായകൻ പോലെയായിരുന്നു ജയേട്ടൻ. ജയേട്ടൻ വന്നു കഴിഞ്ഞാൽ ജയേട്ടന് മനോഹരമായ ആലാപന സുഗന്ധമുള്ള ശബ്ദം നമ്മളെ എത്രയോ ദിവസങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കും. മധുവിന് ഓർമ്മയുണ്ടാകും, എത്രയോ തവണ അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട്. മധു എങ്ങനെയാണ് ഈ ഓർമ്മയ്ക്ക്? നമുക്ക് ഏറ്റവും പ്രതിഭാധനരും നമ്മുടെ നാട്ടിൽ ജീവിച്ചാൽ നമുക്ക് കണ്ട് കൊതി തീരാത്തവരുമായുള്ള ആളുകൾ ഒന്നൊന്നായി നമ്മളെ കൈവിട്ടു പോവുകയാണ്. മധു. അതെ, ജയേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ അധികം ആത്മബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കും, ഞാനും ജയേട്ടനെ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കാറുണ്ട്. എൻ്റെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള ഗായകൻ ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ജയേട്ടനായിരുന്നു. വീട്ടിൽ ജയേട്ടൻ്റെ പാട്ടുകളില്ലാത്ത ദിവസങ്ങളുണ്ടായിട്ടില്ല. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ അച്ഛൻ രാവിലെ തന്നെ ജയേട്ടൻ പാടിയ പുഷ്പാഞ്ജലി, വിഘ്നേശ്വര ജന്മനാളികേരം, ആ പാട്ട് മുതൽ തുടങ്ങും. ഇഷ്ടംപോലെ അച്ഛൻ മൂളിക്കൊണ്ട് നടന്നിരുന്നതും പലപ്പോഴും ജയേട്ടൻ്റെ പാട്ടുകളായിരുന്നു. അപ്പോൾ എനിക്ക് വളരെയധികം ഒരു അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങൾ തമ്മിൽ പല പ്രോഗ്രാമുകളിൽ ഒരുമിച്ച് പങ്കെടുത്ത്, പ്രത്യേകിച്ച് രാജാ സാറിൻ്റെ ഷോയ്ക്കെല്ലാം പുറം രാജ്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. എപ്പോഴും വളരെ സ്നേഹത്തോടു കൂടി, യാതൊരു ജാടയുമില്ലാതെ ഡൗൺ ടു എർത്തായിട്ട് ആണ് അദ്ദേഹം എന്നോട് പെരുമാറിയിട്ടുള്ളൂ. ഒരു അച്ഛൻ മോനോട് എങ്ങനെയാണ് അതുപോലെയാണ് ആ ഒരു വാത്സല്യമായിരുന്നു എന്നോട്. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.